അതൊക്കെ പാർട്ടി തീരുമാനിക്കൂ. അത് പാർട്ടി തീരുമാനിച്ചോ, പക്ഷെ ഞാൻ മുഖ്യനാവണം, അതായിരിക്കണം തീരുമാനം. അതെ, സോഷ്യൽ മീഡിയയിലെ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ മുഖ്യനാവാനാണ്. എന്നാൽ ഇയാൾ സോഷ്യൽ മീഡിയ ഒക്കെ തയ്ക്കോ. കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ മുഖ്യമന്ത്രി ആയിക്കോളാം. അതെ, ഇവര് രണ്ടാളല്ല, ആ കസേര ഇരിക്ക യോഗം ഞാനാ. ഇതേ അടുത്തത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ കസേര എനിക്ക് വേണം. അറിയാലോ, MLA-മാരൊക്കെ എന്റെ കൂടെയാ. എന്നെ മുഖ്യനാക്കിയില്ലേ, ഞാനും എന്റെ MLA-മാരും ഈ മന്ത്രിസഭയിലോട്ട് ഉണ്ടാവില്ല. വളരെ സന്തോഷം. എടോ, തന്നാകെ 4 പേരെ പിന്തുണക്കണുള്ളൂ. പാർട്ടിയിൽ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കാണ്, അതുകൊണ്ട് എന്റെ പൂജ വഴിപാടൊന്നും വെറുതെ ആക്കരുത്. പിന്നെ നമുക്ക് ഇപ്രാവശ്യം 6 മന്ത്രിമാരെ തരണട്ടാ. അയ്യോ, 6 മതിയാ, ഇനിയും കൂട്ടിക്കോ. തനിക്കൊക്കെ കൈയിട്ട് വരാൻ പറ്റിയൊരു വകുപ്പ് അങ്ങോട്ട് തരും. ആര് മുഖ്യനാണെന്നേ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അറിയാലോ, എന്നെ ആക്കിയില്ലേ, പണി ഞാൻ തരും. ഒന്ന് നിർത്തറോ, ഇതുപോലെ ഒരു ഐക്യമില്ലാത്തൊരു ആൾക്കാരെ നമ്മൾ നോക്കി കളിയാക്കി ചിരിക്കുക. ഇതിനകത്ത് തന്നെ സമരം ചെയ്യാലും പ്രതിഷേധം ചെയ്യാലും പറയിപ്പിക്കാനായിട്ട് ആദ്യം മുഖ്യമന്ത്രി ആരാന്നൊന്ന് ഉറപ്പിക്കട്ടെ, എന്നിട്ട് പോരെ സമരം ചെയ്യലൊക്കെ. ആരാണെങ്കിലും രാജിവെക്കുക, പുറത്തു പോവുക. അപ്പൊ മുഖ്യമന്ത്രി ഞാൻ തന്നെ. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. സ്ഥാനം വിട്ടൊരു കളിക്ക് ഞാനും നിൽക്കൂല. കേട്ടോ, മതിയാക്ക്. എന്ത് കാര്യത്തിലാണ് ജനങ്ങൾ നിങ്ങളൊക്കെ ജയിപ്പിച്ചു വിട്ടത്?